ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. പ്രിയപ്പെട്ടവർ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ അവൻ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഒരു മനുഷ്യനിലേക്ക് സത്യാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ വന്ന് വസിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആപാതചൂടം മാറ്റമുണ്ടാവുകയാണ്. അവൻ്റെ ജീവിതം മൊത്തം മാറി മറിയും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ സമർപ്പിക്കുന്ന മനുഷ്യജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാകും. ജീവിതത്തിലേറെ പ്രശ്നങ്ങളുണ്ടാകാം, എന്നാൽ ആ പ്രശ്നങ്ങളൊന്നും അവനെ തകർക്കുകയില്ല. കാരണം ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. ഈശോ അങ്ങനെയാണല്ലോ നമ്മെ പഠിപ്പിച്ചത്. യേശുവിൻ്റെ ആ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു വലിയ കൃപയാണ് കേട്ടോ. യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ അതാരുമായിക്കൊള്ളട്ടെ, അവരിലേക്കെല്ലാം ഈ പരിശുദ്ധാത്മാവ് കടന്നു വരും. അപ്പോൾ സത്യാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എത്ര സങ്കീർണമാണെങ്കിലും അവയെല്ലാം അതിജീവിക്കാനുള്ള കൃപ ദൈവം തരികയാണ്. കാരണം ദൈവം നമ്മോടൊത്ത് വസിക്കുന്ന അവസ്ഥ, ഇമ്മാനുവേലായ നമ്മുടെ ജീവിത അവസ്ഥ ഓർക്കുക. നമ്മൾ പലരും രോഗത്തിനടിമകളായിരിക്കാം, സാമ്പത്തിക അസ്വസ്ഥ അനുഭവിക്കുന്നവരാകാം. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറെ ആകുലതകളും ഉത്കണ്ഠകളും ഉണ്ടാകാം. അകാരണമായ ഭയങ്ങൾ നമ്മളെ വേട്ടയാടാം. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരുമ്പോൾ, നമ്മിലേക്ക് വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ, ഉചിതമായ രീതിയിൽ അവയെല്ലാം പരിഹരിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തും. മാത്രമല്ല, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം, ആ ബോധ്യം നമ്മളെ എല്ലാത്തിനെയും അതിജീവിക്കാൻ പ്രേരിപ്പിക്കും. നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രൻ വഴിയായി മനുഷ്യരാശിയിലേക്ക് ചൊരിയപ്പെട്ട ഏറ്റവും വലിയ സൗഭാഗ്യ അവസ്ഥ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണല്ലോ. പരിശുദ്ധാത്മാവാണല്ലോ ഞങ്ങളെ നിത്യസത്യത്തിലേക്ക് നയിക്കുക, നിത്യജീവനിലേക്ക് നയിക്കുക. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും അവിടുത്തെ ഉത്ഥാനവും സ്വർഗാരോഹണവും എല്ലാം ഈ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയായിരുന്നല്ലോ. കാരണം യേശുക്രിസ്തുവിൻ്റെ മരണമാണല്ലോ ഞങ്ങളെ സകലവിധ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചത്. അതിനാൽ പിതാവായ ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണതകളിലേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. അവയെല്ലാം വേണ്ട വിധത്തിൽ ക്രമരഹിതമായതെല്ലാം ക്രമപ്പെടുത്തുവാൻ വേണ്ട ശക്തി അതുവഴി ഞങ്ങൾക്ക് ലഭിക്കട്ടെ. സ്വർഗത്തിൽ നിന്നും അവിടുത്തെ ജ്ഞാനത്തെ നൽകുന്നില്ലെങ്കിൽ അവിടുത്തെ തിരുഹിതം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലുള്ള തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, അവിടുത്തെ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വിശ്വസ്ത സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ.